സാക്ഷിയാണ് കുറ്റക്കാരനായിരിക്കും. അതേപോലെ തന്നെ അങ്ങനെ ബാധിക്കുന്നത് കുറ്റകരമായിരിക്കും. നോമ്പ് അതിന്റെ അടിസ്ഥാനത്തിൽ മുറിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അത് സ്വാമ കാഫിറെന്ന അങ്ങനെ പറഞ്ഞോ കാഫറാവുന്നതാണ് കിതാബിൽ വിവരമുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ്. അതല്ലാതെ കണക്കനുസരിച്ച് നോമ്പും പെരുന്നാളും ഉറപ്പിക്കാതിരുന്നാൽ കാഫറായി പോകും, കറാമായി പോകുന്നല്ല. നേരെ മറിച്ച് കാഴ്ച അവലംബിക്കാതെ പോകും, കണക്കവലംബിച്ച് അങ്ങനെ ചെയ്താൽ അപ്പോഴാണ് അത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുമ്പോൾ കുഫറിലേക്ക് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മദ്രായി കേരളക്കാർക്കൊന്ന് വേറെ മദ്രായി യാതൊരു തൊഴിലുമില്ലെന്ന് ഖണ്ഡിതമായി ഞാൻ പറയുന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിന്റെ കുറവിന്റെ ഹദീസ്, ആ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് വഴിപ്പാൻ പറഞ്ഞ് തള്ളിക്കളയാതെ ഇതുവരെ പണ്ഡിതന്മാരാരും മെനക്കെട്ടിട്ടില്ല. ഇന്നുവരെ ജീവിച്ചിട്ടുള്ള സലഫി പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ മദ്രയുടെ വിഷയം ഞാൻ പറഞ്ഞു റുഹിയത്താണോ അതല്ല ഹിസാബുൽ ഫലക്കിയാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ചർച്ച ചെയ്യാം. അബ്ദുറഹ്മാൻ സലഫിയൊക്കെ പിന്നെ എന്റെ പേരാണ് കാര്യമായിട്ട് അദ്ദേഹത്തിന് സംസാരിച്ചത്. എനിക്ക് സന്തോഷം, എന്റെ പേരിങ്ങനെ കുറെ കൂടുതൽ പറഞ്ഞല്ലോ എന്നുള്ളത്. അപ്പൊ ആ നിലയ്ക്കല്ല എന്റെ പേരിങ്ങനെ പറഞ്ഞോട് കാര്യമില്ല. അബ്ദുറഹ്മാൻ സലഫിയൊക്കെ ഇങ്ങനെ പറയുന്നത് മദ്രയുടെ ചർച്ച ചെയ്യാൻ പോലും യാതൊരു പേടിയില്ല. ഞാൻ അതിന് ഒരു വിഷയമല്ല, അതിനൊക്കെ സങ്കീർണ കണക്കാണെന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ ദിവസം തുടങ്ങുന്നത് മഗ്രിബ് മുതൽ എന്നത് എന്നാ പിന്നെ എപ്പം മുതൽക്കാൻ തുടങ്ങുക? മണിപ്പാൻ പറഞ്ഞത് മൂന്ന് അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാകുമല്ലോ ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അത് എപ്പം മുതൽക്കാൻ തുടങ്ങാൻ നിങ്ങളൊന്ന് പറയും. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് തെളിവ് എന്റെ സുഹൃത്ത് എന്നെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കി. പിന്നെ ഇതേപോലെ തന്നെ നബി അങ്ങനെ നോക്കിയോ? നോക്കാൻ ആളെ അയച്ചിട്ടുണ്ടോ? ആളെ അയച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കിയ ആൾക്കാർ വന്ന് പറഞ്ഞാലാണ് നബി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നബി ചെയ്തത്. പിന്നെ അങ്ങനെ കണ്ടു എന്ന് വന്ന് പറഞ്ഞത് ശരി, നാളെ എന്നെ നോക്കണം മുറിച്ചാൽ മാസം കണ്ടു ഇയാൾ വന്ന് പറഞ്ഞല്ലോ, നാളെ നമുക്ക് പെരുന്നാൾ സ്വീകരിക്കാൻ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ടത് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിട്ടുള്ളത്. കാണണം, നമ്മൾ നോക്കണം എന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. ആ നോട്ടം കണ്ടുകൊണ്ടല്ലാത്ത പിന്നെ കണക്ക് പേന കൊണ്ടുള്ള നോട്ടമാണ് എന്നതിന് യാതൊരു തെളിവില്ല എന്നതാണ് ശരി. പിന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും ഇവിടെ എഴുതിവെക്കില്ല എന്നുള്ളതല്ലാതെ നബിക്കൊന്നും ദോഷാസ്ത്ര കണക്ക് അറിയില്ല എന്നുള്ളതല്ല എന്നുള്ള നിലക്കാണ് സംസാരത്തിൽ എനിക്ക് തോന്നിയത്. അത് അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അല്പം കൂടി ഗൗരവമാണത്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കണോ എന്നേ പറയുന്നുള്ളൂ. എന്താണ് ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് ഒരു കരണ്ട് വേണം, അതുണ്ടായ എല്ലാ പ്രശ്നം തീരുന്ന. അതൊക്കെ ഇപ്പോൾ ഒരുപാട് കരണ്ടുണ്ട്. മണിപ്പാൻ ഒരു കരണ്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സങ്കീർണമായി കുഴപ്പത്തിലായിരിക്കും. എന്റെ സ്നേഹിതൻ അത് വിശദീകരിക്കും. പിന്നെ ഐക്യത്തിന് വേണ്ടി ദിവസം മാറ്റി നിർത്തുകയൊക്കെ ചെയ്ത ചില ആളുകൾ ആരാ ചെയ്തതെന്ന് അറിഞ്ഞൂടാ. മാസപ്പുറമിന്റെ കാര്യത്തിൽ കേരളത്തിൽ എല്ലാവരും കൂടി ഐക്യത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ് ഞങ്ങൾക്കുള്ള തെളിവ്. അത് മാറ്റി നിങ്ങൾ എന്ത് ഐക്യത്തിന് പറഞ്ഞാലും സമ്മതിക്കുക എന്ന് പറഞ്ഞ ആളുകളാണ് ഞാൻ. ആ യോഗത്തിൽ ഐക്യവേദിയുടെ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ നാട്ടിൽ മുസ്ലിം മരിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാണൂല, പിന്നെ കണക്കനുസരിച്ച് കാണൂല എന്നുള്ളത് നിങ്ങൾ കലണ്ടറൊക്കെ അച്ചടിച്ചാൽ വിടും. അപ്പൊ ഞങ്ങൾ ആൾക്കാർക്ക് ഒരു വാശിയായിട്ട് വരാൻ കാണുന്ന ആ വാശികൾ ഇല്ലാതാക്കില്ലാതെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ചാൽ ഇല്ലാത്ത ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കൂല. ഉള്ള ഒന്നിനെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാക്കാൻ നിവൃത്തിയിൽ ഒരാളെ കണ്ടല്ലോ. ഇത്ര മിനിറ്റിന്റെ ആയാലേ കാണുള്ളൂ. അതിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ ശാസ്ത്രം പഠിച്ച ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇത്ര മിനിറ്റ് 15, 16, 17, 30 അതിനേക്കാൾ കുറവൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയുണ്ട്. ഉള്ള ഒരു സാധനത്തെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസ്തനാണെങ്കിൽ സ്വീകരിക്കാം. ഇനി അയാൾ കണ്ടത് ശരിയല്ലെങ്കിൽ കളവ് പറഞ്ഞതാണെങ്കിൽ അതിന്റെ കുറ്റം അയാൾക്ക് കിട്ടും. ഉള്ള ഒന്ന് കണ്ടുകൊണ്ട് വിശ്വാസയോഗ്യമായി തെളിഞ്ഞാൽ സാക്ഷി ഉണ്ടായാൽ സ്വീകരിക്കുക എന്നുള്ള നിലപാടേ ഉള്ളൂ. അവസാനമായി സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് അൽബാനിക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലത്ത് കണ്ട എല്ലാവരും സ്വീകരിക്കണം എന്നാണ്. അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. അൽബാനി പറഞ്ഞത് കണക്കോട് സ്വീകരിക്കണം എന്നല്ല, കാഴ്ചയോട് സ്വീകരിക്കണം എന്നാണ്. മാത്രമേ വേണോ നമുക്ക് വേറെ നോക്കാം. എന്റെ വാക്കുകൾ ഞാനിവിടെ പിന്നെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് എന്റെ സ്നേഹിതൻ സക്കരിയ സംസാരിക്കും. അതിനെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്ന ശ്രമം. രാവിലെ വിഷയം അവതരിപ്പിച്ചപ്പോ നമ്മൾ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതായത് മാസം തീരുമാനിക്കുന്നതിന് കണക്കിനെയാണോ അവലംബിക്കേണ്ടത്, കാഴ്ചയാണോ അവലംബിക്കേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായി തീരുമാനിക്കേണ്ട ഒരു വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം വേറെ പല കാര്യങ്ങളും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇവിടെ പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. അഥവാ കണക്കാണ് കണക്കല്ല അവലംബിക്കേണ്ടത്, കാഴ്ചയാണ് അവലംബിക്കേണ്ടത് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ, അതുപോലെ ഖുലഫാഉർ റാഷിദിന്റെ കാലം, അതുപോലെ അയിമ്മത്തുൽ മുജ്തഹിദ് എല്ലാ ഇമാമുകളുടെ കാലം, അങ്ങനെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലടക്കം മുഴുവൻ സലഫി പണ്ഡിതന്മാരും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം, അതുപോലെ ആരൊക്കെ അഭിപ്രായം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ സലഫി പണ്ഡിതന്മാരിൽ, അവരെല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞൊരു സംഗതിയാണ്, മാസപ്പിറവിയിൽ മാസം കാണുന്നതിൽ അവലംബിക്കേണ്ടത് കണക്കിനെയല്ല കാഴ്ചയെയാണ് എന്ന്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നത് ആരാ നമുക്ക് മനസ്സിലാക്കണം. ലോകത്ത് എവിടെ കണ്ടാലും അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞ ആളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. എവിടെ കണ്ടാലും ഇഖ്തിലാഫുൽ മസാലി പരിഗണിക്കേണ്ടത് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. നാസറുദ്ദീൻ അൽബാനി ഇഖ്തിലാഫുൽ മസാലി പരിഗണിക്കേണ്ടത് ഇല്ല എന്ന് പറഞ്ഞ ആളാണ് നാസറുദ്ദീൻ അൽബാനി. പിന്നെ ഇമാമുകളിൽ പലരും അഭിപ്രായം പറഞ്ഞവരാണ്. അങ്ങനത്തെ ആളുകൾ മുഴുവൻ ഐക്യകണ്ഠേന പറഞ്ഞ സംഗതി എന്താണ്? മാസപ്പിറവിയുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് കണക്കിനെയല്ല, നിങ്ങൾ കാഴ്ചയാണ്. ഇബ്നു തൈമിയയുടെ അഭിപ്രായ വാചകം മാത്രം ഞാൻ വായിക്കാം. വൽ മുഅ്തമിദു അലൽ ഹിസാബി ഫിൽ ഹിലാലി കമാ അന്നഹു ഖാലുൻ ഫി ശരീഅതി മുബ്തദിഉൻ ഫിദ്ദീൻ ഫഹുവ മുഖ്തിഉൻ ഫിൽ അഖ്ലി വഇൽമിൽ ഹിസാബ്. കണക്കിനെ അവലംബിക്കണം എന്ന് പറയുന്നവൻ, മാസപ്പിറവിയിൽ കണക്കിനെ അവലംബിക്കണം എന്ന് പറയുന്നവൻ, അവൻ കമാ അന്നഹു ഖാലുൻ ഫി ശരീഅതി മതനിയമങ്ങളിൽ അവൻ വഴിവെച്ചവനാണ് എന്ന് മാത്രമല്ല, മുബ്തദിഉൻ ഫിദ്ദീൻ മതത്തിൽ അവൻ ബിദ്അത്തിന്റെ പാതയിൽ സഞ്ചരിച്ചവനാണ് എന്ന് മാത്രമല്ല, ഫഹുവ മുഖ്തിഉൻ ഫിൽ അഖ്ലി വഇൽമിൽ ഹിസാബ്. ഈ ഗോളശാസ്ത്രത്തിന്റെ വിഷയത്തിലും അവൻ തെറ്റുപറ്റിപ്പോയി, അവൻ ബുദ്ധിയുടെ കാര്യത്തിലും അവന് തെറ്റുപറ്റിപ്പോയി എന്നാണ് ശൈഖുൽ ഇസ്ലാം പറയുന്നത്. ലോകത്തെ എവിടെ കണ്ടാലും വിരോധമല്ല, എടുക്കുന്നതിന് വിരോധമല്ല എന്ന് പറയുന്ന ശൈഖുൽ ഇസ്ലാമിന്റെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഇബ്നു ബാസ് ഇഖ്തിലാഫുൽ മസാലി പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ്. അദ്ദേഹം അതിൽ പറഞ്ഞത് എന്താണ്? ശൈഖുൽ ഇസ്ലാം ഈ വിഷയത്തിൽ ഇജ്മാഅ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇജ്മാഅ് ശൈഖുൽ ഇസ്ലാമിന്റെ കാലത്ത് ലോകത്ത് ഒരു പണ്ഡിതനും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ അഭിപ്രായത്തിൽ അത്ര ഇജ്മാഅ് ഉള്ള ഒരു വിഷയമാണിത് എന്ന് മാത്രമല്ല, ഹാദാ ഹുവൽ മുഅ്തബർ ഇൻദ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് പരിഗണനീയമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം, അതാണ് നമ്മുടെ വിഷയം. അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇന്നത്തെ പണ്ഡിതന്മാരുടെ നിലപാടെന്താണ്? ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഹുസൈമി, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ, ഇങ്ങനെ സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമ മുഴുവൻ, അതുപോലെ തന്നെ യൂസുഫ് അൽ ഖർദാവി അടക്കം. യൂസുഫ് അൽ ഖർദാവി എന്ന് പറയുന്നത് ഇഖ്തിലാഫുൽ മസാലി പരിഗണിക്കേണ്ട എന്ന് പറയുന്നതും പല വിഷയങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. പക്ഷെ റുഇയ്യത്താണ് അസ്ല്, അടിസ്ഥാനം റുഇയ്യത്താണ് എന്നുള്ളതിൽ ഈ യൂസുഫ് അൽ ഖർദാവി അടക്കം. ഷെർത്തൂത്ത് എന്ന് പറയുന്നത് ഇഖ്വാനി പണ്ഡിതനാണ്, ഈജിപ്തിലെ ഇഖ്വാനി പണ്ഡിതനാണ്. ഇങ്ങനെ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അവർ മുഴുവൻ പറയുന്നത് നിങ്ങൾ ഇസ്ലാമിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനം കണക്കല്ല, കാഴ്ചയാണ് എന്നാണ്. അപ്പൊ അതൊരു ചില്ലറ വിഷയമല്ല. അത് നമ്മുടെ സംഘടനകളും അങ്ങനെ, ലോകത്തിലെ മുഴുവൻ സലഫി സംഘടനകളും അങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യയിലുള്ളവരും ഈജിപ്തിലുള്ള അൻസാർ സുന്നത്തുൽ മുഹമ്മദിയയും അതുപോലെ തന്നെ ഈ ദാറുൽ ഫിഖും ഏതൊക്കെ ലോകത്തെ സലഫി സംഘടനകളുണ്ടോ അവർക്ക് ഈ നിലപാടിലാണുള്ളത്. ആ നിലപാടിന്റെ വ്യത്യസ്തമായ ഒരു നിലപാട് കേരളത്തിലെ സലഫികൾക്കില്ല. തമിഴ്നാട്ടിലെ സലഫികൾക്ക് ഉണ്ടാകരുത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. തമിഴ്നാട്ടിലെ സലഫികളും ആ നിലപാടിൽ നിൽക്കണം. പിന്നെ അതിനുശേഷം ഇവിടെ അഭിപ്രായ വ്യത്യാസം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. അതിൽപ്പെട്ടതാണ് ഇഖ്തിലാഫുൽ മസാലി. ഓരോ പ്രദേശത്തിന്റെ പരിഗണിക്കണമോ പരിഗണിക്കേണ്ടത് പൗരാണികമായി അയിമ്മത്തുൽ മുജ്തഹിദിന്റെ കാലത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. അതിലേതാണ് കൂടുതൽ തെളിവ്, ആ തെളിവിനനുസരിച്ച് നമുക്ക് ചെല്ലാം. അതാണ് ഈ കമാലുദ്ദീൻ മദനിയെ പോലെ ഈ സലഫി വീക്ഷണം ശരിക്കും പഠിച്ചു ആ ശരിക്കൊക്കെ വന്ന ആളുകൾ ഇത് എടുക്കേണ്ട നിലപാടുകളാണ് എന്നാണ് എനിക്ക് പ്രഥമമായി പറയാനുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ അബ്ദുൾ റഷീദ് സാഹിബ് കൂടെ പറഞ്ഞ വിഷയം അത് മറ്റൊരു മേഖലയാണ്. ആ മേഖല മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. അത് മറ്റൊരു മേഖല. ആ ലോകത്ത് ആദ്യമായി, ഞാനിത് പറഞ്ഞ അടിവരയിട്ട് പറയാം, ലോകത്ത് ആദ്യമായി മുസ്ലിങ്ങളുടെ ഇടയിൽ പുതിയ ഒരു വീക്ഷാധാരയുമായി വന്ന മണിഫാന്റെ വീക്ഷണത്തിന്റെ ഭാഗമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? മുസ്ലിം ലോകത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ടോ? മണിഫാന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലോകത്ത് മാസപ്പിറവിയുടെ നിദാനം എന്താണ്? ന്യൂമൂണാണോ ഹിലാലാണോ? മണിഫാൻ ഒരു ഭാഗത്ത്
ബാധിക്കും, ലോക മുസ്ലിങ്ങളൊക്കെ ബാധിക്കും. ലോകത്ത് കലണ്ടർ എന്ന് പറയുന്നത് ഇന്നുണ്ടാക്കുന്നതല്ല. സുല്ലമുസ്ലാമിന്റെ കലണ്ടർ എത്രയോ കാലമായി. ഉമ്മുൽ ഖുറ കലണ്ടറുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും കലണ്ടർ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ കയ്യിലുണ്ട് ഈ കലണ്ടർ. ഹിജ്റ ഇലാൽ കമ്മിറ്റി എന്ന് പറയുന്ന അവര് വർഷങ്ങളായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കലണ്ടർ. ആ കലണ്ടർ ഏതർത്ഥത്തിലും അബദ്ധങ്ങളുടെ പഞ്ചാംഗം. ഇത് വെറുതെ പറയുന്നത്. ആരുടെ കലണ്ടറുമായി ഞാൻ യോജിക്കുള്ളൂ ഞാൻ പറഞ്ഞുതരാം. ഹിജ്റ ഇലാൽ കമ്മിറ്റിയുടെ കണക്കനുസരിച്ച് നമ്മൾ മാസം കണക്കാക്കുകയാണെങ്കിൽ അത് യോജിക്കുന്ന ഏക കലണ്ടർ, വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ പറയുന്നു, ഇസ്രായേലിന്റെ കലണ്ടറുമായി മാറി. ഇസ്രായേലിന്റെ കലണ്ടർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇസ്രായേലിന്റെ കലണ്ടർ ജൂതന്മാരുടെ കലണ്ടർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എടുത്ത് നിങ്ങൾ നോക്കൂ. ഇസ്രായേലിന്റെ കലണ്ടറും മണിപ്പാന്റെ കലണ്ടറും ഒരേ ദിവസങ്ങളാണ്, മിക്ക ദിവസങ്ങളും. അവരുടെ ഒന്നാമത്തെ മാസവും ഇവരുടെ ഒന്നാമത്തെ മാസം യോജിക്കും. ലോകത്ത് ബാക്കി മുസ്ലിങ്ങളുടെ കലണ്ടർ ഒന്നും അത് യോജിക്കൂല. എന്താ കാരണം? മണിപ്പാൻ അദ്ദേഹം മാസപ്പറയുടെ നിദാനമായി നിശ്ചയിച്ചത് ജൂതന്മാർ നിശ്ചയിച്ച ആ പോയിന്റാണ്. മാസപ്പറവി എന്ന് പറയുന്നത് എന്താണ്? ന്യൂ മൂണാണ് അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ളത്. മാസപ്പറവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങട്ടെ. അത് ഏത് സ്ഥലത്ത് നിന്ന് ഏത് പോയിന്റിൽ നിന്ന് തുടങ്ങിയാലും അതേ പോയിന്റിൽ എത്തുമ്പോൾ ഒരു വൃത്തം പൂർത്തിയാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചന്ദ്രൻ പ്രത്യേകമായ ഒരു ഘട്ടമുണ്ട്. ഇവിടെ റഷീദ് സാഹിബ് പറയുകയുണ്ടായി, ചന്ദ്രൻ പ്രത്യേകമായ ഒരു ഘട്ടമുണ്ട്. ന്യൂമൂൺ സമയത്ത് വലിയ അബദ്ധമാണത്. ന്യൂമൂൺ സമയത്ത് മാസം കണ്ടതിന് തെളിവുണ്ട്. ന്യൂമൂൺ സമയം, ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്ന്, അത് വേറെ ആംഗിളിൽ നോക്കിയാൽ കാണൂല. ഭൂമിയിൽ നിന്ന്, ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ചന്ദ്രൻ കാണാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഉണ്ട്, ഒരു ഫേസ് ഉണ്ട്. ആ ഫേസിനാണ് ന്യൂമൂൺ ഫേസ് പറയാം. സോളാർ എക്ലിപ്സിന്റെ സമയത്ത് മാത്രം ചിലപ്പോൾ കാണും. സോളാർ എക്ലിപ്സിന്റെ സമയമല്ലാത്ത വേറെ ഒരു സമയത്ത് ന്യൂമൂൺ ഒരിക്കലും വിസിബിൾ അല്ല. അത് അൺവിസിബിൾ ആണ്. അത് വിസിബിൾ അല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് ഈ ആളുകൾ എല്ലാവരും അതിനെ പറ്റി ന്യൂമൂൺ എന്നുള്ള ഒരു പദപ്രയോഗമാണ്. വാസ്തവത്തിൽ അത് നോമൂൺ എന്നാണ് അതിനെപ്പറ്റി പറയാറുള്ളത്. അതിന് അറബി ഭാഷയിൽ ഹിലാൽ എന്ന് പറയില്ല. അതിന് അറബി ഭാഷയിൽ പറയുന്നത് മഹാസ് എന്നാണ് പറയാം. ഇത് ഞാൻ വെറുതെ ഇവിടുന്ന് പറയുന്ന സംഗതിയല്ല. അറബി ഭാഷയിൽ അസ്ട്രോണമി പ്രകാരം ഈ ചന്ദ്രമാസപ്പറവിയെ സംബന്ധിച്ച് എഴുതിയ പുസ്തകത്തിൽ അവർ ചന്ദ്രന്റെ ഓരോ ഘട്ടങ്ങളുടെ ഒരു ചിത്രമാണ്. ഒരു പുസ്തകത്തിൽ ഞാൻ എടുത്താണ്. ആ ഘട്ടത്തിൽ ഇതാ മഹാത്ത് എന്നാണ് പറയുന്നത്. മഹാത്ത്, ഹിലാല്, തെർബിയോസ്, അവൽ, ഇങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്. ചന്ദ്രന് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടം എന്താണ്? ചന്ദ്രൻ എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് കാണാതെ നിൽക്കുന്ന, ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരു നേർരേഖയിൽ വരുന്ന സമയത്താണ് നമ്മൾ ന്യൂമൂൺ എന്ന് പറയുന്നത്. ആ ന്യൂമൂൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ കാണാനേ പറ്റില്ല. അത് കാൽക്കുലേഷനിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അമേരിക്കന്റെ ഒബ്സർവേറ്ററിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കി. കാൽക്കുലേഷനിലൂടെ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാൽക്കുലേഷനിലൂടെ മാത്രം കാണാൻ പറ്റിയ ഒരു സാധനം അള്ളാഹുവിന്റെ റസൂൽ പറയും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹിന്റെ റസൂല് സൂമൂല്യ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അത് കാണാൻ സാധ്യതയെങ്കിലും ഉണ്ടാകണ്ടേ. പിന്നെ ഇതിനെ പറ്റി ഞാൻ പറയാൻ ഇവിടെ റഷീദായി പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പിന്നെ മാസം നോക്കാറുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു സഹാബി മാസം നോക്കാറുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉമർ ബിൻ ഖത്താബ് മാസം നോക്കുന്നത് ഞാനിതാ ഹദീസ് വായിച്ചത്. ഉമർ ബിൻ ഖത്താബ് മാസം നോക്കുന്നത് ബറാബിൻ ആസിമിന്റെ ഹദീസാണ്. അന്ന ഉമർ ബിൻ ഖത്താബ് കാന യൻദുറു ഇലൽ ഹിലാൽ. അതിന്റെ അർത്ഥം അറബിയിൽ നമുക്ക് അറിയാലോ. അന്ന ഉമർ ബിൻ ഖത്താബ് കാന യൻദുറു ഇലൽ ഹിലാൽ ഫറആഹു റജുലുൻ ഫഖാല ഉമർ യക്ഫീനി മുസ്ലിമീന അഹദുഹും ഫഅമറഹും ഫഅഫ്തറു എന്ന് പറഞ്ഞാൽ ഉമർ ഖത്താബ് ഒരാള് പിന്നെ മാസം കണ്ടു എന്ന് പറഞ്ഞു, ഒരാൾ മതി എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. ഒരാൾ മതിയോ പോലെ എന്നുള്ള അഭിപ്രായത്തിലുള്ള വിഷയമാണ്. പക്ഷെ ഉമർ ഖത്താബ് നോക്കാറുണ്ടായിരുന്നു. വേറെ സ്ഥലത്ത് ഉമർ ഖത്താബ് എന്ന് പറയുന്നത് ഇതാ അബ്ദുറഹ്മാൻ ബിൻ അബീലയിൽ പറയാണ്, ഞാൻ ഉമർ ബിൻ ഖത്താബിന്റെ അരിയിലാണ്, അദ്ദേഹം ബഖീയിൽ നിൽക്കുന്നു, മാസവും നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പൊ എന്തിനാണ് ഈ കലണ്ടർ ഉണ്ടാക്കിയ ഉമർ ഖത്താബ് എന്തിനാ മാസം നോക്കുന്നത്? അത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടാണ്.